ചപ്പാത്തി, പൂരി, പൊറോട്ട, അപ്പം, ദോശ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു തക്കാളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. കടുകും ജീരകവും കറിവേപ്പിലയും കൂടി ഇട്ട് വറക്കുകയാണ്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഒരു 5 സവാളയും ഒരു 8 പച്ചമുളകും ഞാനിവിടെ ഇടുകയാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിടാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിന് ഉപ്പ് ഇടുക, ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുകയാണ്. ഇത് ഓപ്ഷനിലാണ്, ഞാനൊരു കളറിന് വേണ്ടിയിട്ട് മാത്രം ഇടുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ഇടുന്നു. ഇനി മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റുക. അപ്പം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 തക്കാളി, ചെറിയ തക്കാളിയാണ്, അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർക്കുകയാണ്. ഇനി നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി, തക്കാളി നന്നായിട്ട് വെന്ത് കുഴയുന്ന പോലെ ആവണം. അത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും തക്കാളി നന്നായിട്ട് വെന്ത് അതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗ്രേവി നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. തക്കാളിയുടെ വെള്ളം തന്നെ കറക്റ്റാണ്. ഇനി ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ തക്കാളിക്കറി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. താങ്ക് യു.